ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പം ഞാൻ 2 ദിവസമായിട്ട് വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊരു തിങ്കളാഴ്ച ഒരു ടൈമിലുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് മക്കളിനെയൊക്കെ സ്കൂളിലേക്ക് വിട്ടു. അവർക്കൊക്കെ സ്കൂൾ തുറന്നു. അപ്പോൾ ഞാനും കൂടി ഒരു ഭാഗത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇക്കാക്ക് 2 ദിവസമായിട്ട് ലീവാണ്, വർക്കൊന്നുമില്ല. അപ്പോൾ വീട്ടിലുണ്ടെങ്കിലും ഓരോരോ ഭാഗത്തേക്ക് റെസ്റ്റിനിരിക്കാനാണ് വരിക എന്ന് പറയും. പക്ഷേ ഓരോരോ ദിവസം ഓരോരോ പണികൾ വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലുമൊക്കെ പോകാനും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ പറയും എനിക്ക് റെസ്റ്റൊന്നും ഇല്ല, വീട്ടിൽ വന്നാലും ഇല്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? വെക്കേഷനൊക്കെ അടിച്ച് പൊളിച്ചോ? എവിടേക്കൊക്കെയാണ് ടൂർ പോയത്? പിന്നെ മക്കൾക്ക് സ്കൂളൊക്കെ തുറന്നൂല്ലേ എല്ലായിടത്തും. അപ്പോൾ അതിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എവിടേക്കാണ് ടൂർ പോയത് എന്നുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളൊന്ന് പങ്കുവയ്ക്കുക. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കാറ്റാണ് ഞങ്ങളുടെ ഭാഗത്ത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കമൻസൊക്കെ വരുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് റെഡിയായി. അതിലേക്ക് ചില്ലൊന്നുമില്ല കേട്ടോ. ഇട്ടിട്ട് നമ്മൾ എന്താ പറയുക, ക്യാമറനെ തോൽപ്പിക്കണമല്ലോ അവരെ. അപ്പോൾ അതിന് വേണ്ടി വെറുതെ ഇടാണ്, എനിക്കിഷ്ടമൊന്നുമല്ല. അപ്പോൾ പോയിട്ട് വരുമ്പോൾ ഞങ്ങൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു റെഡിയായി പോയിട്ട് വരുമ്പോൾ ഞങ്ങൾ കപ്പ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ആയി ഇങ്ങനെ വാങ്ങിച്ചിട്ട്. ഇക്കാക്ക് ഇങ്ങനെ ഈ ചെണ്ട കഷ്ണം വെട്ടിയിട്ട് പുഴുങ്ങി കഴിക്കില്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ബീഫും കൂടി വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ബീഫ് രാവിലെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് രാവിലെ തന്നെ കപ്പയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒഴിവ് കിട്ടിയില്ല, ടൗണിലേക്ക് പോയ കാരണം. അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് വൈകുന്നേരത്താണ് കേട്ടോ. അതൊരു ഈവനിങ് വ്ളോഗാണ്. ഈവനിങ് എന്ന് പറയുമ്പോൾ രാവിലെയാണ് പോയിട്ട് വന്നത്. പക്ഷെ ഇത് കഴിക്കാൻ ഉണ്ടാക്കണതൊക്കെ ഒരു കുട്ടികളെ സ്കൂൾ വിട്ട് വന്നതിന് ശേഷമൊക്കെയാണ് കേട്ടോ. പിന്നെ സന്ധ്യയായി, പിന്നെ രാത്രിയായി. അപ്പോൾ അത് ഫുൾ ഒരു ഡെൻമേ ലൈഫ് പോലെ തന്നെ ആയിട്ടാണ്. അപ്പോൾ ഞാനത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കപ്പയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ അവിടെ പൂളക്കിഴങ്ങ് എന്നാണ് കേട്ടോ പറയാം. ഞാൻ എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് പൂളക്കിഴങ്ങ് എന്ന് പറയാണ്ട് ഞാൻ കപ്പ എന്ന് പറയണത്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പെട്ടെന്ന് വെന്തു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നന്നായിട്ട് വെന്തപ്പോൾ. അപ്പോൾ അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഞാൻ സിങ്കിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബീഫ് ഇപ്പോൾ ആയിട്ടില്ല എന്തായാലും. അപ്പോൾ അത് ചായ ഒന്ന് വെച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ചായക്കൊക്കെ പാലൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ. ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾ സ്കൂൾ വിട്ട് വന്നതിന് ശേഷമൊക്കെയാണ് ഇത് ചെയ്യാൻ നിന്നത്. പിന്നെ ചായയൊക്കെ കൂടി കഴിഞ്ഞു. ഒരിക്കൽ കപ്പ കഴിച്ചു കേട്ടോ, പുഴുങ്ങി കഴിച്ചു. പിന്നെ എന്തായാലും ഇനി വൈകുന്നേരത്തിന് വേറെ ഫുഡൊന്നും ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ബീഫിൽ കൂടി ഇട്ടിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഉമ്മാരുടെ അടുത്തേക്ക് ഒന്ന് പോകണം. അമ്മ പോയതാണ്, എങ്കിലും ഒരു ചെറിയ കാര്യം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബീഫ് കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ കപ്പയും ബീഫും ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നണു. അപ്പോൾ ഞാനിന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെയൊക്കെ പറഞ്ഞു വേണ്ട, മിക്സ് ചെയ്യണ്ട, അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കഴിക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബീഫ് കറിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ബീഫൊക്കെ തന്നെ കഴുകി വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഉള്ളതുകൊണ്ട് എല്ലാം സഹായിക്കും കേട്ടോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് കഴുകിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൽ ബീഫ് നമ്മൾ മസാലയൊക്കെ ഇട്ട് വഴറ്റി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തക്കാളി 2 ഞാൻ ഇട്ടിട്ടുണ്ട്. തക്കാളി നന്നായിട്ടൊന്ന് വഴണ്ടി വന്ന ശേഷം മാത്രം ബീഫ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കുരുമുളകൊക്കെ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, കുരുമുളകും ജീരകവും കൂടെ ചേർത്ത പൊടിയും നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫിൻ്റെ മസാലപ്പൊടി മാത്രമല്ല. പിന്നെ നമ്മൾ കുറച്ച് കപ്പ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ചായ കുടിക്കുമ്പോൾ കുറച്ച് കഴിച്ചു. അതിന് ശേഷമാണ് പിന്നെ രാത്രിക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് അതിൽ കാണിച്ചില്ല എന്നേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് കുരുമുളകും ജീരകമൊക്കെ നന്നായി പൊടിച്ച ശേഷം ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല ഫ്ലേവറൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ മസാലയൊക്കെ ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ കഴുകി വെച്ച ബീഫ് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് ഫോൺ ഇങ്ങനെ പിടിച്ചപ്പോൾ വന്നിട്ട് അത് ഞാൻ ഇളക്കി തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ
ഇക്കയാണ് കേട്ടോ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് തന്നത്. അപ്പോൾ ഞാൻ ക്യാമറ പിടിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഒന്നായിട്ട് ചെയ്യുമ്പോൾ കുക്കർ ഇങ്ങനെ ഇളകി പോകുന്നുണ്ടേ. അപ്പോൾ ഒക്കെ തന്നെ അത് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കൊക്കെ ഇതുപോലെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ നിങ്ങളുടെ ഹസ്ബൻഡൊക്കെ എന്നൊക്കെ എനിക്കൊന്ന് കമൻ്റ് അറിയിക്കാം. ഇക്ക എല്ലാ കാര്യങ്ങളും ഇതുപോലെയൊക്കെ ചെയ്ത് തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബീഫിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടും കുരുമുളകും ജീരകമൊക്കെ പൊടിച്ച പൊടി ഇടുമ്പോൾ തീരെ വെള്ളം ഇല്ലാണ്ടിരുന്ന അടിയിൽ ഇങ്ങനെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വിസിൽ വരട്ടെ, അതുവരയ്ക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. ബീഫും കൊള്ളിയും നല്ല ടേസ്റ്റാണ്. അതുപോലെ ചിക്കനാണെങ്കിലും നല്ലതാണ് കേട്ടോ. കപ്പ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. മീൻ കറി ആണെങ്കിലും എല്ലാത്തിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷൻ ആണല്ലോ, അത് അങ്ങനെയാണ്. പിന്നെ പാലക്കാട് ജില്ലയിൽ അത്രയ്ക്ക് ഫേമസ് അല്ലെങ്കിലും കോട്ടയം ആ ഭാഗത്തൊക്കെ നല്ല ആ തെക്കൻ ഭാഗത്തുള്ളവർക്കൊക്കെ ഏറെ പ്രധാനമാണ് കേട്ടോ നമ്മുടെ ഈ കപ്പ എന്ന് പറയുന്നത്. അവരൊരു ആഹാരം എന്താ പറയുക, നമ്മൾക്ക് ഈ പാലക്കാട്ടുകാർക്ക് എനിക്ക് തോന്നുന്നു ചോറ് രാത്രി കഴിക്കാണ്ടിരുന്ന എന്തോ പോലെയാണ്. പക്ഷേ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് നല്ല അടിപൊളിയായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കറുത്ത കളറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ കറുത്ത കളറിൽ കുരുമുളക് ചേർത്തേ കൂടുതൽ അങ്ങനത്തെ കളറായിരിക്കുമല്ലോ. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഉള്ളവർക്ക് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബീഫ്. അടിപൊളി ബീഫാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ ആലത്തൂർ ഭാഗത്തൊരു ബീഫിന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ആരെങ്കിലും ഇതിലേ വരുന്നുണ്ടെങ്കിൽ 2 കിലോനൊക്കെ വാങ്ങിച്ചിട്ട് പോവാട്ടോ. അപ്പോൾ ഞാനതൊന്ന് അതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയൊക്കെ തൂവി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മല്ലിയിലയൊക്കെ വേണം കേട്ടോ, നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഫ്ലേവറൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ തന്നെയാണോ ബീഫ് കറിയൊക്കെ വെക്കുക? വേറെ രീതിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ആയിട്ട് അറിയിച്ചാൽ അതുപോലെയൊക്കെ വെച്ച് നോക്കാം. അപ്പോൾ ഇന്ന് രാത്രി ഇതാണ് ഫുഡ്. അപ്പോൾ കുറച്ച് കപ്പ അപ്പോഴേക്കും കുറച്ച് വെടിച്ച് പോയിട്ടാണ്, നന്നായിട്ട് വെന്ത തന്നെയായിരുന്നു. പക്ഷേ 4 മണി ആ ടൈമിലല്ലേ നമ്മൾ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഒരു 7:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ചിട്ട് എനിക്ക് ഉമ്മാരത്തേക്ക് പോകണം. അപ്പോൾ കഴിക്കാൻ വേണ്ടി ഞാനിവിടെ മക്കളൊക്കെ അവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്ലേറ്റിൽ ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളി ബീഫ് കറിയും അതുപോലെ കപ്പയും ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കാം. നല്ല ചൂട്ടോടുകൂടി തന്നെ ഞാനും സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞങ്ങളുടെ ഭാഗത്ത് നല്ല കാറ്റാണെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ ഡിസംബറിൽ എല്ലാ ഭാഗത്തും കാറ്റാണ് പെട്ടെന്ന്. അപ്പോൾ വെളിയിലിരുന്ന് കാറ്റ് കൊണ്ട് കഴിക്കാനൊക്കെ നല്ല സുഖമാണ്. അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കുകയാണ് ഞാൻ. നല്ല ടേസ്റ്റ് ഉണ്ട്. വായിൽ വെള്ളം ഊർന്നുണ്ടാവില്ലേ. ബീഫ് കറിയും കപ്പയും നല്ല കോംബോ ആണ്. അപ്പോൾ ഈ ഒരു കറി നിങ്ങളും ഇതുപോലെയൊക്കെ വെക്കാത്തവരൊന്നും ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് എല്ലാവരും കൂടെ വെക്കായിരിക്കും. അപ്പോൾ മക്കളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടെ ഒറ്റയ്ക്ക് ടേസ്റ്റ് നോക്കണ കണ്ടപ്പോൾ വേഗം വന്നിട്ട് ഇവിടെ കൊണ്ട് വെക്കാൻ പറഞ്ഞു. അപ്പോൾ വട്ടത്തിലിരുന്നിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ, ഒരു പാത്രത്തിൽ തന്നെ എടുത്തിട്ട്. അതാകുമ്പോൾ പാത്രം കഴുകേണ്ട പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ചായ ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതും കൂടെ കഴിക്കുന്നുണ്ട്. അപ്പോൾ റംസാനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അടുത്ത വീട്ടിലൊക്കെ ഇരുത്തി, അവൾ കോട്ടയത്താണല്ലോ, അപ്പോൾ അവൾ ഇതുപോലെ ഇടയ്ക്ക് തരാറുണ്ട്. അപ്പോൾ അത് ആവേശത്തോടു കൂടി കഴിക്കണ കാണും. ഞാനങ്ങനെ കൂടെ ഉണ്ടാക്കാറില്ല. ഞാൻ ബീഫ് കറി നമ്മൾ പലഹാരത്തിനൊക്കെയാണ് കൂടുതലും ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് കപ്പ കിട്ടിയപ്പോൾ എന്തായാലും അത് രാത്രിക്കലേക്ക് അതായിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് കൊടുക്കുകയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഉമ്മാരത്തേക്ക് പോവുകയാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഉമ്മാരത്തേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ന്യൂ ഇയറിൻ്റെ ദിവസത്തിൻ്റെ തലേദിവസമാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ ന്യൂ ഇയറിന് എവിടെയാണ് പോകണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ന്യൂ ഇയറിന് പറഞ്ഞിട്ട് നമുക്ക് എന്താ ആഘോഷം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾ നമ്മൻ്റെ വീട്ടിലേക്ക് ഒരു ടൂർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഞാൻ പോവുകയാണ്. ടാറ്റാ.